മതപരിവർത്തനം നടത്താതെയുള്ള മിശ്രവിവാഹങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് അലഹാബാദ് ഹൈക്കോടതി. ഉത്തർപ്രദേശിൽ സോനു എന്നയാൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചു എന്ന കേസിൽ വാദം കേൾക്കുന്നതിനിടെയാണ് കോടതിയുടെ നിരീക്ഷണം. ആര്യസമാജ ക്ഷേത്രത്തിൽ താനും ഇപ്പോൾ പ്രായപൂർത്തിയായ പെൺകുട്ടിയും വിവാഹിതരായി എന്നായിരുന്നു ഹർജിക്കാരൻ്റെ വാദം. ആര്യസമാജ ക്ഷേത്രം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നൽകിയ വിവാഹ സർട്ടിഫിക്കറ്റ് നിയമപരമായ മാനദണ്ഡങ്ങളുടെ ലംഘനമാണ് എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. പ്രായപൂർത്തിയാകാത്ത ദമ്പതികൾക്കോ മതപരിവർത്തനം നടത്താത്ത മിശ്രവിശ്വാസികളായ ദമ്പതികൾക്കോ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന ആര്യസമാജ സ്ഥാപനങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉത്തർപ്രദേശ് ആഭ്യന്തര സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. തൃശൂർ ഇരിങ്ങാലക്കുട കാട്ടൂരിൽ 2 യുവാക്കളെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ പിടിയിലായി. പിടിയിലായ പ്രതികളുടെ പേരുകൾ ഇനി പറയുന്നു. കാട്ടൂർ സ്വദേശികളായ പ്രജിൽ, സികേഷ്, അശ്വന്ത്, അരുൺകുമാർ, ദിനക് എന്നിവരാണ് പിടിയിലായത്. പ്രതികളുടെ ദൃശ്യങ്ങൾ നമ്മൾക്ക് കാണാം. കഴിഞ്ഞ 13-ാം തീയതി കാട്ടൂർ പെരിഞ്ഞനം SNDP പള്ളിവേട്ട നഗറിൽ 11:30-യോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ പൊഞ്ഞനം സ്വദേശി സനൂപ്, കാട്ടൂർ വലക്കൽ സ്വദേശി യാസിൻ എന്നിവരെ പ്രതികൾ സംഘം ചേർന്ന് ആക്രമിച്ചു.